പേര് നമിത, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഏപ്രിൽ 28-നായിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസവരക്ഷ എന്നുള്ളത് വീട്ടിലല്ലാതെ നമ്മൾ പുറത്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻക്വയറീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും പാക്കേജ് ഓക്കെ ആയിട്ടുള്ളതുമായി വന്നത് കണ്ടംകുളത്തി ആയുർവേദിക് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടംകുളത്തി ഫിക്സ് ചെയ്തു. അപ്പോൾ 11 ഡേയ്സ് പാക്കേജാണ് നമ്മൾ എടുത്തത്. 16 ഡേയ്സിൻ്റെയാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് തിരക്ക് ഡേറ്റ്സിൻ്റെ കുറച്ച് പ്രശ്നം വന്നതുകൊണ്ട് 11 ഡേയ്സിലേക്ക് ചുരുക്കി. അപ്പോൾ ഇവിടുത്തെ സർവീസ് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റായിട്ട് ഞാൻ തോന്നിയത്. കാരണം എനിക്ക് ഡെലിവറിക്ക് ശേഷം ഫിസിക്കലി കുറച്ച് ഡിസ്കംഫർട്ട്, ഒരുപാട് ബോഡി പെയിനും കാര്യങ്ങളല്ല, എന്നാലും കുറച്ച് ഡിസ്കംഫർട്ട്സും കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ നമ്മുടെ വേദുകുളിയാണെങ്കിലും വേദുകിഴിയാണെങ്കിലും അതൊക്കെ ബോഡിക്ക് ഭയങ്കര റിലീഫായിട്ടാണ് ഫീൽ ചെയ്തത്. ഇവിടെ നമുക്ക് പേഴ്സണലി ഓരോ പേഷ്യൻസിനും ആയ സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വനജ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ സർവീസ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം എന്നെയാണെങ്കിലും കുട്ടീനെയാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ചേച്ചി 11 ദിവസം നോക്കിയത്. ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ 24 hours ഡോക്ടർ സർവീസ് ഉണ്ട്. ഡെയിലി 2 നേരം ഡോക്ടേഴ്സ് വന്ന് നമ്മുടെ അപ്ഡേറ്റ്സ്, കുട്ടിയുടെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും അപ്ഡേറ്റ്സ് ചോദിക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര റിലീഫായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം മാറി വന്ന് നിൽക്കുകയാണ്, ഒരു ബൈസ്റ്റാൻഡർ, അമ്മ, കുട്ടി അങ്ങനെ മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനും, കുട്ടിയും ചിലപ്പോൾ ഡിസ്കംഫർട്ടായാൽ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡോക്ടേഴ്സ് അപ്ഡേറ്റ്സ് എപ്പോഴും ഇപ്പോൾ നേരിട്ട് വന്നില്ലെങ്കിലും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് ഭയങ്കര ഒരു റിലീഫായിരുന്നു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒരു കാര്യത്തിൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തിനൊക്കെ കൂടുതൽ ബേബിയുടെ ഹെൽത്താണല്ലോ നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കൺസേൺ ആവും. അപ്പോൾ ഈ ഡോക്ടർ സർവീസൊക്കെ ഈ 24 hour അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഈ വേദു കിഴിയാണെങ്കിലും വേദു കുളിയാണെങ്കിലും എല്ലാം നമുക്കത് ബോഡിക്ക് ഇപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിലും ബാക്കി എന്ത് പെയിൻ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം നല്ലൊരു റിലീഫാണ്. നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് ഈ 11 ദിവസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻറ്റാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കണ്ടംകുളത്തി ആയുർവേദിക് ഹോസ്പിറ്റലിൻ്റെ പ്രസവരക്ഷ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.